ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബ്ബീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹൗസ് ബോട്ടിലാണ് കയറാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ഹൗസ് ബോട്ടിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാൻ സെറ്റപ്പുണ്ട്. ഹൗസ് ബോട്ടാണ് ഇവിടെ. മറ്റേ രണ്ടര ഹൗസ് ബോട്ടിൻ്റെ തൊട്ട് കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂംസൊക്കെയാണ്. ഹൗസ് ബോട്ടിലെ ഒരു ബെഡ്റൂമാണ്. ലൈറ്റൊക്കെ ഇട്ട് നോക്കാം. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. അടിപൊളിത്. വാവ്, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് എല്ലാ സ്വിച്ചൊക്കെ ഇട്ട് നോക്കാം. ഇതാ ലൈറ്റ്, AC, ലാമ്പ് ഒക്കെ ഉണ്ട്. ഇനി ഇതേ ഹൗസ് ബോട്ടൊക്കെ ഓടുമ്പോൾ ഇവിടെ ആദ്യം ഇത് അപ്പുറത്തെ ഹൗസ് ബോട്ടിലെ ബെഡ്റൂമാണ്. ഇത് ഒരു രക്ഷയില്ല. ഡബിൾ ഡെക്കർ ഒരു വലിയൊരു ഹൗസ് ബോട്ടാണ് അപ്പുറത്തേത്. ഇത് നമ്മുടെ ചെറിയ ബാത്റൂമാണ്. അത്ര മോശമൊന്നുമില്ല, നല്ല ഒരു ബാത്റൂം തന്നെയാണ്. ഞാൻ ചേർന്ന് കിടക്കുന്ന എൻ്റെ ഹൗസ് ബോട്ടിൽ നിന്ന് അപ്പുറത്തെ ഹൗസ് ബോട്ടിലേക്ക് ചാടി വന്നിരിക്കുകയാണ്. ഇതൊരു ലക്ഷറി ഹൗസ് ബോട്ടാണ്. നമ്മൾ പോകുന്ന ഹൗസ് ബോട്ട് സിംഗിൾ ബെഡാണ്. ഈ ഹൗസ് ബോട്ട് ഇച്ചിരി ലക്ഷറി സെറ്റപ്പ്, പിന്നെ 6 ബെഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വലിയ ഫാമിലി ടീമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹൗസ് ബോട്ട് ആണ് ബുക്ക് ചെയ്യേണ്ടത്. ആണ് ഈ വലിയ ഹൗസ് ബോട്ടിൽ തന്നെ ഇവിടെ ഡൈനിങ് ഹോളാണിത്. അതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ഇത് വലിയൊരു ഡൈനിങ് ഹോളാണ്. അതിൻ്റെ അപ്പുറത്തും വേറെ ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ പാട്ടിടാനുള്ള സെറ്റപ്പ്. ഇവിടെയൊക്കെ ബാത്റൂംസും ഒക്കെയാണ്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. വേറൊരു ബിൽഡിങ്ങാണ്. അത് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നല്ല വ്യൂ ആണ്. ഇത് കയറിയപ്പോൾ തന്നെ അടിപൊളി. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇപ്പുറത്തെ കുറച്ച് സോഫയുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ. ഇവിടെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ബാൽക്കണി വ്യൂ എന്ന് വേണമെങ്കിലും പറയാം. ഇതാണ് ഇവിടെ ഉണ്ട്. 6 ബെഡ്, 6 റൂംസ് ഉണ്ട്. ഇത് ബെഡ്റൂം, വാഷ് ബേസിന്. ഇത് 6 ബെഡ്. അപ്പോഴത്തേക്കും ഇതിവിടെ കുറേ ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ ഹൗസ് ബോട്ടിൻ്റെ ആ ഓണറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അയ്യോ, അപ്പോൾ എത്ര ഹൗസ് ബോട്ട്സ് ഉണ്ട്? നമുക്ക് മൊത്തം 3 ബോട്ടാണുള്ളത്. 3 ബോട്ട്. വിനായക ടൂർ. വിനായക ടൂർ 6 ബെഡ്റൂം, 3 ബെഡ്റൂം, 1 ബെഡ്റൂം. പിന്നെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. സർവീസും ഇതിനോടൊപ്പം ഉണ്ട്. നമ്മുടെ ഓൺ ഗസ്റ്റ് എല്ലാം നമ്മൾ അത്യാവശ്യം ഒരു പാക്കേജ് കൊടുക്കുമ്പോഴത്തേക്ക് സ്പീഡ് ബോട്ട് കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. 1 നൈറ്റിന് വരുന്നത്. കപ്പിൾസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള നല്ല സർവീസും എല്ലാം ചെയ്യാം. നമ്മൾ ആ ഓണറിനെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ഓണറിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഈ ഹൗസ് ബോട്ട് സർവീസിൻ്റെ മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ സ്പീഡ് ബോട്ട് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. നമ്മളപ്പുറത്തെ ഹൗസ് ബോട്ടൊക്കെ കണ്ട് അത് 6 ബെഡ്റൂംസാണ്. നമ്മളൊരു വലിയ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഹൗസ് ബോട്ട് നല്ലതാണ്. ആ 6 ബെഡൊക്കെ ഉള്ള നമ്മളെല്ലാം ഒരു വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ കോൺഫറൻസ് ഹോളും എല്ലാം ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ആ ഹൗസ് ബോട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം. അതിമനോഹരമായ കാഴ്ചകൾ. ഇത്ര നമ്മുടെ ഹൗസ് ബോട്ടിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. അങ്ങനെ ഹൗസ് ബോട്ടിലെ ഗിയറൊക്കെ ഇട്ടത് നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ സ്റ്റിയറിംഗ് ഒക്കെ വളച്ച് തിരിച്ചത് നമ്മുടെ ഹൗസ് ബോട്ട് ഇതാ ഇവിടുന്ന് പുറപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയിച്ചിട്ട് അതാ ഇങ്ങനെ പോയി തുടങ്ങി. ഇത് നമ്മൾ കയറിയ ഹൗസ് ബോട്ടാണ്. ഇവിടെ കുറേ സൈഡിലും ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പോയി തുടങ്ങുകയാണ്. എന്ത് രസമുണ്ട്. എങ്ങനെ ഇനിയും ഇതേപോലെ കുറേ കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. ഇപ്പം ഇവിടെ താഴെ നിന്നുള്ള വ്യൂ ആണ്. ഇതേപോലെ 1 ബെഡ് ഹൗസ് ബോട്ടാണ് ഇത് അപ്പുറത്തുനിന്ന് വരുന്നത്. 1 ബെഡാണെന്ന് തോന്നുന്നത്. കാണാം. നല്ല വ്യൂ ആണ്, നല്ല ക്ലൈമറ്റും ആണ് ഗൈസ്. അത് കാരണം നമുക്ക് ഇങ്ങനെ വ്യൂ ചെയ്യാൻ ഭയങ്കര രസമാണ്. പറഞ്ഞോ ഗൈസ്. അത് കാരണം ബോട്ടി വരുന്നേ
സെക്കൻഡ് ടൈമാണ്. ആ പറഞ്ഞോ. അപ്പോൾ ഇത് നമ്മുടെ കൂടെ വന്ന പയ്യനാണ്, ആനന്ദ് ജീഷാണായി. അവൻ എൻ്റെ ഭയങ്കര ഫാനാണ്. ഇപ്പം അതേ പുറത്ത് നല്ല മഴയാണ്. സത്യം പറഞ്ഞ ഈ മഴക്കാലത്ത് ഹൗസ് ബോട്ടിലൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല വൈബും ആയിരിക്കും. ഇതേ പുറത്ത് വള്ളമൊക്കെ പോകുന്ന കാണാം. നമ്മളിതേ ഇപ്പോൾ ഇതേ ഹൗസ് ബോട്ടിലെ ബെഡ്റൂമിലാണ്. ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നിട്ട് ഇത് പുറത്തെ കാഴ്ചകളൊക്കെ ഇതാ കാണാം. ഇവിടെ നിന്നാ ഇത് പുറത്ത് നല്ല മഴയാണ്. നിങ്ങൾ കണ്ടോളൂ, നല്ല മഴ. അതെ ഇവിടെ AC ഒക്കെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല മഴയും ഒക്കെയാണ്. ഇവിടെ മറ്റേ ഈ ടേബിൾ ഫാനേ ഉള്ളൂ, നമ്മൾ കാണിച്ചായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ലൈറ്റ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ആലപ്പുഴ വരുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. പോകുന്നത് കാണാം. നമുക്കിത് ഇതൊക്കെ തുറക്കാൻ തോന്നും. നമുക്കിത് തുറന്നിട്ട് കാഴ്ചകൾ കാണാൻ. ഇത് സാധാ ആൾക്കാരെ കൊണ്ടുപോകുന്നൊരു ബോട്ടാണെന്ന് തോന്നുന്നു. മറ്റേ ബോട്ട് ബ്ലാക്ക് ബോട്ട് അങ്ങോട്ടേക്കാണ് തോന്നുന്നത്. ഇതും അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ, ആ ഹൗസ് ബോട്ടിൻ്റെ പുറകിലോട്ട് പോകാൻ. ഇവിടെ തൊട്ടപ്പുറവും ഇപ്പുറവും കുറച്ച് വീടുകളും അപ്പുറവും ഇപ്പുറവും ഒക്കെ പാടങ്ങളാണ്. നല്ല ആലപ്പുഴയുടെ പച്ചപ്പുള്ള നെൽപ്പാടങ്ങളും പിന്നെ ചെറിയ ചെറിയ തെങ്ങുകളും ഒക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ വീടുകളുണ്ട്. ഏതൊരു കല്യാണ വീടാണെന്ന് തോന്നുന്നു. കല്യാണ വീടോ പെരവാസ്തരി വീടോ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പുറത്തെ വീടുകളും ഇപ്പുറത്തെ പാടങ്ങളും നല്ല അതിമനോഹരമായ നമ്മൾ പാടത്തിൻ്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ അതേ വേറൊരു ഹൗസ് ബോട്ട്. അത് ടെർമിനലിൽ എത്തിയത് സ്പീഡ് ബോട്ട്. ടെർമിനലാണ്. ഞങ്ങൾ ഒരു സ്പീഡ് ബോട്ടിൽ കയറാൻ പോവുകയാണ്. അതേ സ്പീഡ് ബോട്ട് എത്തിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടിൽ നിന്ന് നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമ്മുടെ കൂടെയുള്ള ആനന്ദ് ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് സ്പീഡ് ബോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും പണിയാ അടിപൊളിയായിരുന്നു. അവിടെ ഇത് തന്നെയാണ് നമ്മുടെ ബോട്ട്. രക്ഷയില്ല, അടിപൊളി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ അങ്ങനെ നമ്മൾ കൈനഗിരിയിൽ നിന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്, നമ്മൾ ചാടി കയറി തൊട്ടു. അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാലത്തെ കൂടെ കാറൊക്കെ പോകുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയി ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി. ഇവിടെ ജീവനുള്ള ഞണ്ടാണ്. ഈ ഞണ്ടിനെയൊക്കെ മേടിക്കാനാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ഉച്ചയ്ക്ക് ഉണ്ണാൻ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളത് ചോറിൻ്റെ കൂടെ കഴിഞ്ഞ അടുത്ത ഇതെന്താ കൂട്ടാന്ന് നോക്കാം. ഇത് ക്യാബേജ് തോരൻ്റെ കൂടെ നമ്മുടെ നാടുണ്ട് സാമ്പാറിൻ്റെ കൂടെ ഇപ്പുറത്തത് മെഴുക്ക് പുരട്ടിയത്, പയറ് മെഴുക്ക് പുരട്ടിയതും ഒക്കെയാണ്. പിന്നെ നമുക്ക് വേണ്ട സ്പെഷ്യൽ ഈ കായലിൽ നിന്നുള്ള സീ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. സീ ഫുഡല്ല, കായൽ ഫുഡ്, സോറി. ഫുഡെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ട ഞണ്ടും ഒക്കെ ഈ കായലിൽ നിന്നൊക്കെ കിട്ടുന്ന ഞണ്ടും പിന്നെ കായലിൽ നിന്നുള്ള കരിമീൻ അങ്ങനത്തെയൊക്കെയുള്ള
ഇതേപറ്റി സർവീസ് ബോട്ട് വരുന്നു. കേരള ഇതൊരു സർവീസ് ബോട്ടാണ് ഇതാ പോകുന്നത്. വളരെ അപ്പുറത്ത് വേറൊരു പോകുകയാണ് ഹൗസ് ബോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നേരെ ചെറുകായ പറഞ്ഞത് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ അവിടുത്തെ ഒരു സ്റ്റാൻഡിൽ ഇറങ്ങി നിന്നാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതെ ഹൗസ് ബോട്ട് ട്രാഫിക് ഒന്നും പറയാം. ഒരു ഹൗസ് ബോട്ട് അങ്ങോട്ട് പോയി. ഹൗസ് ബോട്ട് ട്രാഫിക് ആണല്ലോ ഇത്. ഹൗസ് ബോട്ട്സ് ആണ് കാണാം. ഫോണിൽ കിട്ടുന്നുണ്ടോ തോന്നുന്നു. ഹൗസ് ബോട്ടുകാർക്ക് ഐസ്ക്രീം വിൽക്കുന്നതാണ്. അതെ ബോട്ടിൽ കൂടെ നമുക്ക് ഐസ്ക്രീം കിട്ടുന്നത്. ഇപ്പോൾ ഇതേ ഐസ്ക്രീം വിൽക്കുന്നൊരു വള്ളമാണ്. അതേ അതൊരു ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടനാണ്. നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ചേട്ടൻ്റെ പേരെന്താ? ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഉപജീവിത മാർഗ്ഗമാണ്. ഇങ്ങനെയും നമുക്ക് ഈ ചെറുകിട കച്ചവടങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ഐസ്ക്രീം അടുത്ത ഐസ്ക്രീം കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഹൗസ് ബോട്ടുകൾ. അങ്ങനെ നമ്മളിപ്പോ വേമ്പനാട്ട് കായലിൽ എത്തിയിരിക്കുകയാണ്. കറങ്ങി 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 കമോണ്ട് നമ്മുടെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കായൽ കാഴ്ചകളെ ചുറ്റിനും ഹൗസ് ബോട്ട്. എന്റെ പേരൊക്കെ പറയുന്നു, എന്റെ വ്ളോഗൊക്കെ പറയുന്നു. സ്പീഡ് ഹൗസ് ബോട്ട്, സോറി സ്പീഡ് ബോട്ട് അല്ല, ഹൗസ് ബോട്ടുകളുടെ ഓരോന്നൊന്നായി ഇതാ മറ്റൊരു കായലിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിൽ നിന്നും ഇറങ്ങുകയാണ്. അതെ ഇതിപ്പോൾ 5-6 ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ വരി വരികയായി പോകുന്നു. ഹൗസ് ബോട്ട് ട്രാഫിക് എന്ന് വേണം പറയാൻ. അതെ 2-3 അവിടെ പിടിച്ച് നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ 2-3 കിടക്കുന്നു. ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ 2ാം നിലയാണ് സ്പീഡ് ബോട്ടും. അങ്ങനെതാ ഹൗസ് ബോട്ട് വലിയൊരു ഹൗസ് ബോട്ടാണ്. അവര് നോക്കുന്നില്ല. ലക്ഷറി ഹൗസ് ബോട്ട് വരുന്നു. വേറെ ഹൗസ് ബോട്ടുകൾ പുന്നമടയൊക്കെ എത്താറായി. പുന്നമടയുടെ ആ ഒരു ഹോട്ടലിൻ്റെ
ഛത്രപതി ഹോട്ടലിലെ ബിൽഡിംഗ് ആണിത്. നമ്മളിത് ഇവിടെ നിന്ന് കറങ്ങിപ്പോവും. നമ്മളിത് കറങ്ങിയാ പോകാൻ പോകുന്നതിന്. നമ്മളിപ്പോ നേരെ പോകുന്നു. അവിടെ പോയിട്ട് ഫിനിഷിംഗ് പോയിന്റ്. നമ്മള് ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് നിൽക്കും. നമ്മളിപ്പോ ഏകദേശം പുന്നമട എത്തിയിരിക്കുകയാണ്. ആനന്ദ് വ്ളോഗ്സ് ആണ് ഈ പറയുന്ന മൊത്തം. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആലപ്പുഴ ശരിക്കും കാണുന്നത്. ഈ കായലൊക്കെ കൂടെ ഈ ഹൗസ് ബോട്ടിൽ കയറിയപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ലൈഫിൽ ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പാണ് ഈ ഹൗസ് ബോട്ട് ട്രിപ്പ്. ഇനി ഒരിക്കൽ കൂടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നമ്മളത് 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. കേരള ആണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഫോറിനേഴ്സൊക്കെ പറയുന്നുണ്ട്. കേരള മാത്രമല്ല, ആലപ്പുഴയും കേരളത്തിൻ്റെ ഒരു ഹൃദയമാണെന്ന് വേണേൽ പറയാം. ഗോഡ്സ് ഓൺ കൺട്രി അതാണ്. നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇറങ്ങിയ സ്ഥലത്ത് വീണ്ടും നമ്മൾ നമ്മുടെ മനോഹരമായ വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളത് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു ഡേ മാത്രമാണ് ഹൗസ് ബോട്ടിൽ സ്പെൻഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു ഡേയും ഒരു നൈറ്റും നമ്മൾ ഹൗസ് ബോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും കൂടെ അടിപൊളിയായിരിക്കും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു നൈറ്റും കൂടെ സ്റ്റേ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.